നമ്മൾ പഴയ ആൾക്കാരല്ല, സെലിബ്രിറ്റികളാണ്. മനുഷ്യനക്ക് നാണില്ലേ? റീൽസ് ചെയ്യുന്നവർക്ക് എന്തോന്ന് നാണോടി. ഇങ്ങനെ നിൽക്കാതെ വല്ല വെള്ളോ ചായോ എടുത്ത് അടിച്ച് കേറി വാ. നീയും വാ. ദൈവമേ, കുടിച്ചില്ല. എന്തായാലും ഇത്രയും പെട്ടെന്ന് വൈറലാവും. അല്ല, വിനോദ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞായറാഴ്ചയിലാവും. ഒരു 10-10:30 മണിയാകുമ്പോൾ എഴുന്നേക്കുള്ളൂ. അപ്പൊ എന്റെ ഭാര്യയും എന്നെ എടുത്താൽ വിനോദം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട്. വിനോദിന്റെ പേരൊക്കെ എങ്ങനെ പഠിച്ചാന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്, ഇപ്പോൾ വിളിച്ചിട്ട് വിനോദേ, ചേട്ടനൊരു നല്ല കാലം വരുമ്പോ ഇങ്ങനെയാടാ റൂമിൽ കയറി കിടക്കുന്നത്. വിനോദേ, വിനോദ സംഭവം വൈറലായി. ഏഷ്യാനെറ്റ്, 24 നമ്മൾ റിപ്പോർട്ട് എല്ലാരും താഴെ വന്നിട്ടുണ്ട്. എടാ, എന്റെ റീൽസ് വൈറലായി. ഞാൻ ഫേമസ് ആണ് ഇപ്പൊ. നീ വാങ്ങട്ടെ, നമുക്ക് പറയാലോ ശ്രീരാജിന്റെ അനിയനാണെന്ന്. എന്റെ വയറ് ഇനി BBC കൂടെ വരുള്ളൂ, ബാക്കി എല്ലാവരും എന്റെ അനിയൻ. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗ്നതാ പ്രദർശനം നടത്തിയ വിനോദ് എന്ന ചെറുപ്പക്കാരന്റെ വീടിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് വിനോദ്. പറയൂ വിനോദ്, എന്താണ് പറയാനുള്ളത്? വിനോദ്, ഈ നഗ്നതാ പ്രദർശനം അവിചാരിതമായി സംഭവിച്ചതാണോ അതോ വൈറലാകാൻ വേണ്ടി താങ്കൾ മനഃപൂർവ്വം ചെയ്തതാണോ? നഗ്നതാ പ്രദർശനം നീയോ ഞാനോ? നമ്മുടെ മോനെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന്. തുണി പൊക്കി കാണിച്ചെന്ന്. ശ്രീരാജല്ല, വിനോദ്. എന്റെ ഭഗവതി. വിവാഹപ്രായം കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തതിന്റെ പ്രതിഷേധമാണോ ഇത്? ചികിത്സയല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സിനിമയുടെ ഭാഗമായിരുന്നെങ്കിൽ ഉറപ്പായും ഇതിന് A സർട്ടിഫിക്കറ്റ് കിട്ടിയേനെ. ഇത് പാരാഫീലിയ എന്ന മനോരോഗ പട്ടികയിൽ വരുന്ന ഒരുതരം എക്സിബിഷനിസമാണ്. PSC ടെസ്റ്റ് എഴുതി സർക്കാർ സർവീസിൽ കയറിയ ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് ഇങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് എഴുതാതെ കയറിയവരുടെ അവസ്ഥ എന്തായിരിക്കും? KSRTC കംഫർട്ട് സ്റ്റേഷനിലെ ലേഡീസ് ടോയ്ലറ്റിൽ അതിക്രമിച്ച് കയറിയ യുവാവ് നടത്തിയ നഗ്നതാ പ്രദർശനം കേരളത്തെ ഒന്നാകെ ഉത്കണ്ഠയിലാക്കിയിട്ടുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ സുനിൽ ലൈനിലുണ്ട്. വിനോദ് എന്ന ചെറുപ്പക്കാരൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് കൂടിയും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അത് സമൂഹത്തിന് തന്നെ വളരെയധികം ദോഷകരമാണ്. വിനോദിന്റെ അച്ഛന്റെ കടയിൽ നിന്ന് മാസപ്പടിക്ക് സാധനം വാങ്ങുന്ന അയൽവാസിയായ ചേട്ടൻ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? അവനാള് പാവാണ്. ഞങ്ങള് സ്ഥിരമായിട്ട് കാണുന്നതാണ് ആശനെ. ഒരു പുരുഷന്റെ ടോയ്ലറ്റിലേക്ക് ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ ഇങ്ങനെ കയറി പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അന്ത്യചർച്ച ഇവിടെ നടത്തുമായിരുന്നു. ഈ തുണിമുക്കി കാണിച്ചെന്ന് പറയുന്ന പയ്യില്ലേ, അവന്റെ പേരെന്ത്? എന്തൊരു വിനോദ്. അഴുക്ക പയ്യൻ, അവന്റെ അച്ഛൻ അതിനേക്കാൾ വഴുക്ക. ഈ പുരുഷ മേധാവിത്വം പബ്ലിക് ടോയ്ലറ്റിന്റെ, അതും ലേഡീസ് ടോയ്ലറ്റിന്റെ മുന്നിൽ വന്ന് നിന്ന് പൗരുഷം പ്രദർശിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇവന്റെ ചെത്തി പട്ടിക്കരിഞ്ഞിട്ട് കൊടുക്കണം. സ്ത്രീകളുടെ ഡോറി മുട്ടുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വിവരം ഞങ്ങൾ മലയാളികൾക്കുണ്ട്. ഞങ്ങള് കഴിക്കുന്നതും അരിയാഹാരമാണ്. തനിക്ക് ഇത്ര മുട്ടി നിൽക്കുവാണെ താൻ പോയി പെണ്ണ് കെട്ടോ. ഭയങ്കര കഷ്ടം. നിനക്കൊക്കെ ആര് പെണ്ണ് തരാനാടാ? ഈ വഴിയേ ഇനി ഞാൻ കൂട്ടൊക്കെ ഇത് ശരിയാവുന്നില്ല. എന്തു പറയുന്നു? എന്നാ അതങ്ങ് വിട്ടേക്കട്ടെ. നീ കഴിക്ക്. എനിക്ക് വേണ്ട. എന്തീ കാണിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് കഴിക്ക്. ഒരു വാക്കും മുഴുവൻ പറയുവാ. ഇതെന്താണ് ശൈലജ ഇവിടെ വേലിയൊക്കെ കെട്ടുന്നത്? ഇവിടെ 2 പെങ്കുച്ചുകളാണേ. ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ വയ്യേ. ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. അങ്ങോട്ട് വലിച്ചു കിട്ടേട്ടാ. വഴി കേട്ടുവോ പകലിൽ ഇരവിലും. വീട്ടിലോട്ട് ചെല്ലു പോലെ ചെയ്തുവോ
എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് ഇറങ്ങടി. മോൾ ഇനിയും തൊട്ട് കൊച്ചിന്റെ റൂമിലൊന്നും പോകണ്ട കേട്ടോ. ഓരോരുത്തരെ തനിനിറമൊക്കെ ഇപ്പോഴല്ലേ മനസ്സിലായത്. മോളതൊന്നും കേൾക്കണ്ട കേട്ടാ. മക്കളെ കൊച്ചതിന്റെ റൂമിൽ അതൊരു പെങ്കൊച്ച. മോയിന്റെ മോളെ ഒരക്ഷരം ഇനി അവനെ കുറിച്ച് മിണ്ടിപ്പോരുത്. കണ്ട സോഷ്യൽ മീഡിയക്കാർ പറയുന്നത് കേട്ടടാടി നീ എന്റെ അനിയനെ വിലയിരുത്തുന്നത്. വിനോദേ, നിങ്ങൾ യാത്ര ചെയ്തിരുന്ന ബസ്സിലെ ഡ്രൈവറോടും കണ്ടക്ടറോടും ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ഞങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. പിന്നെ അവരെവിടെ വേണമെങ്കിലും വന്ന് പറയാന്നാ പറഞ്ഞേക്കും. പക്ഷേ ഇതിൽ കുറെ നിയമകുരുക്കളുണ്ടോ. പ്രത്യേകിച്ച് ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ട്. അറിയാലോ, സോഷ്യൽ മീഡിയയുടെ കാലം അവരെല്ലാം തീരുമാനിക്കുന്നു. ചിതയിൽ അടരുന്നു പാഴി കേട്ടുവോ പകലിൽ ഇരവിലും പിഴയെന്തു ഞാനതിനാ ചെയ്തുവോ. എനിക്കൊന്ന് പിടിയിട്ടാണ്. നമ്മളെ നാടും നാട്ടുകാരും അങ്ങനെയാടാ. നമുക്കൊന്നും പിടികിട്ടത്തില്ല. അതൊന്നും വലിയ കാര്യമൊക്കെ കേട്ടോ. എല്ലാം ശരിയാ. നിനക്കൊന്ന് ഫോൺ വിളിച്ചെടുത്തൂടെ? എത്ര പ്രാവശ്യം വിളിച്ച്? ഞങ്ങളും നിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്കറിയാലോ എന്താ സംഭവിച്ചെന്ന് അല്ലേ? നാണം കെട്ടത് ഞാൻ മാത്രമല്ലേ? എന്തത്? ഒരു രോഗിയെ കാണാൻ വരുമ്പോ ആപ്പിൾ ഓറഞ്ചൊക്കെ തരേണ്ടത്. പിന്നെ ഇവ മാനസിക രോഗിയല്ലേ? പിന്നെ മനസ്സിന് വിഷമമുള്ള ഒരാൾ മാനസിക രോഗിയല്ലേ? അല്ലെങ്കിൽ ഈ പോക്കൃത്തരം കാണിക്കും. സാറിനറിയാലോ. വിനോദിന്റെ ചേട്ടാ, ഇതിപ്പോ ഒരു മലമറിക്കുന്ന സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഹാങ് ഓവർ 2 ദിവസം ഉണ്ടാവും. അത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും പുതിയ മലമറിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഈ മല വിട്ടിട്ട് ആ മലയുടെ പിറകെ പോവും. അത്രേ ഉള്ളൂ. നാട്ടുകാർ പറഞ്ഞിട്ട് വേണോ നമുക്ക് ജീവിക്കാൻ? അതിനടാ നീ ഇങ്ങനെ ഇരിക്കാൻ. നാളെ ഓഫീസിൽ പോകാൻ നോക്ക്. ആ വരും സാർ. സാർ ഞാൻ നാളെ തൊട്ട് വരാം. അല്ല എന്താ സാർ ഒരു കൺഫ്യൂഷൻ? അവൻ വരും, ഉറപ്പായിട്ട് വരും. വിനോദേ, നിനക്കൊരു സർപ്രൈസ് തരാനാണ് സത്യം പറഞ്ഞ സാറ് വന്നത്. ഇപ്പോ താങ്ക് യു സാർ. ഈ ഒരു അവസ്ഥയിൽ സാറിനെങ്കിലും എനിക്കൊരു സർപ്രൈസ് തരാൻ തോന്നിയല്ലോ. ശരിക്കും സർപ്രൈസ് അല്ല, സസ്പെൻസാ. സസ്പെൻസ് അല്ല, സസ്പെൻഷൻ. അതെ, സസ്പെൻഷനാ. അല്ലേലും രണ്ടും കണക്കാണല്ലോ. ഇവനെ അറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ നിനക്കൊരു സർപ്രൈസ് ആയില്ലേ? അതാണ്. വിനോദിന്റെ അച്ഛ, വിനോദിന്റെ അമ്മേ, ഇതിപ്പോ എന്താന്ന് വെച്ചാലേ നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി വിനോദിനെതിരെ ഒരു പരാതി തന്നെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പൊ ഈ സസ്പെൻഷൻ എടുത്തേക്കുന്നത്. ഇതിപ്പോ ഒരു 6 മാസമേ ഉള്ളൂ വിനോദേ. അത് കഴിഞ്ഞാൽ ജോലിക്ക് വരാം. സംശയിക്കണ്ട, വരാം. എടാ 6 മാസം എന്ന് പറഞ്ഞാൽ ദാം അങ്ങ് പോവും. നീ ഒരു ടെൻഷൻ അടിക്കണ്ട. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇതങ്ങോട്ട് കൊടുത്താലോ? വിനോദേ, ഇതങ്ങോട്ട് ഐശ്വര്യമായിട്ടും മേടിച്ചാട്ടെ. സാർ ഇത് കല്യാണക്കുറി അല്ലാണ്ട് സസ്പെൻഷൻ ഓർഡറാണ്. എന്നാലും ആരെങ്കിലും ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ. എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് എത്തിക്കഴിഞ്ഞു. 10 വർഷത്തിന് ശേഷം കേരളത്തിന്റെ, നമ്മുടെ പുണ്യമായ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ വന്നിരിക്കുകയാണ്. ആരെ കാര്യമാണോ പറഞ്ഞ? നിന്റെ കാര്യം. അതായത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ എനിക്ക് സർപ്രൈസ് എന്റെ അമ്മയ്ക്കും അച്ഛനും കൊടുക്കാൻ പറ്റിയില്ല. കാരണം കൊടുത്തിട്ടും കാര്യമില്ല, അവർക്ക് ഒരു വിലയില്ല എന്നെ. അപ്പോ എന്റെ കുഞ്ഞമ്മയുടെ ഏക മകനാണ് വൈശാഖ്.
അവനൊന്ന് പോകുമ്പോ കൊച്ചനും കുഞ്ഞമ്മയും കരഞ്ഞ് വേണ്ട പാവം അമ്മയെ കരയിപ്പിക്കാൻ ഷുഗർ ഉള്ളതാണ് അവർക്ക്. കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി സർപ്രൈസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എന്തിനാ പതങ്ങനെ? അമ്മ നെല്ലുണക്കുന്നു, അച്ഛൻ മടൽ വെട്ടുന്നു. നീ പോയി അമ്മയെ സർപ്രൈസ് കൊടു. കണ്ണ് പൊത്ത്, കണ്ണ് കണ്ണ്. അമ്മ നീയാ? അതെ ഞാൻ. എന്നെ പട്ടി നിന്നോട് ആര് പറയടാ ഇപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട്? കുരുത്തം കേട്ടവൻ. പോയിട്ട് ഒരു കൊല്ലം ആയുള്ളൂ. അറബിയോട് വഴക്കുണ്ടാക്കുമ്പോഴേ എനിക്ക് അറിയാൻ അവരിപ്പോ പറഞ്ഞു വിടുന്നു. അറബി എന്നെ ഭേദം. പച്ചമടൽ വെട്ടിയച്ചാ ശ്രീരാജേട്ടനെ വിളിക്കണം. കണ്ണായ 5 സെന്റ്. ഈ 5 സെന്റ് വിറ്റ് തൊളിച്ചിട്ടാണ് അതിനെ ഞാൻ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടത്. തിരിച്ചെടുക്കാനുള്ള പൈസ കൊണ്ടല്ലാതെ ഈ പടി കയറി പോരുത്. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരാം. അച്ഛൻ പണിക്ക് പോ. ഞാൻ നിന്റെ ജോലിയോ നീ കൊണ്ട് കളഞ്ഞു. യവന്റെ ജോലി കൂടെ കളഞ്ഞപ്പോ നിനക്ക് സമാധാനായ? എന്റെ വൈശാഖ, എന്നാലും നിനക്കൊന്ന് വിളിച്ചിട്ട് വരായിരുന്നു. വലിയമ്മ പറയാതെ വന്നിട്ട് ഇങ്ങനെ ഇനി പറഞ്ഞിട്ട് വന്നാലാ എന്നെ കൊല്ലൂലേ? അത് ശരിയാ. ഞാനതല്ല ആലോചിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലേ അറബി ശാപം ഉണ്ടെന്നാ തോന്നുന്നത്. അറബി ശാപം? ഗൾഫ് വാടത്തില്ലെന്ന്. ഇത് കണ്ടോ? ഒരു AC മെക്കാനിക്ക് വന്നിരുന്ന് കാണിക്കുന്ന കണ്ടോ? അതൊന്നും അല്ല വലിയ. അവിടെ പോയി കഷ്ടപ്പെടുന്നതിനൊക്കെ നല്ല നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ജീവിക്കാം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഈ സെലിബ്രേറ്റർ കൂടെ കൂട്ടുപിടിച്ചോണ്ട് പോയി നല്ല പടവളങ്ങ കൃഷി ചെയ്യ്. ഞാൻ നിന്നോട് ഇങ്ങോട്ടൊന്നപ്പോ പറഞ്ഞേ. എന്താ പറഞ്ഞേ? എടാ, കേരളത്തിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള എന്നെ വീട്ടിൽ പോലും വിലയില്ല. നന്നാവാൻ അനുവദിക്കില്ല. രക്ഷപ്പെടുമ്പോഴോ വാ. അത്രക്കുണ്ടോടാ? 6 വർഷം കൊണ്ട് 650 ഫോളോവേഴ്സ്. മരിക്കും മുമ്പേ അത് 1000 ആയാൽ മതിയായിരുന്നു.